നേതാക്കൾ ഖത്തറിൽ എത്തിയത് എന്തിനാണ്? അത് സമാധാന ചർച്ചയ്ക്കാണ്. അമേരിക്ക മുൻകൈയെടുത്ത് നടത്തുന്നതാണ് ആ നീക്കം. ഇത്തവണ വെടിനിർത്തലിനായി അമേരിക്ക മുന്നോട്ട് വെച്ച ഉപാധികൾ സ്വീകാര്യമാണെന്ന് ഹമാസ് അറിയിച്ചിരുന്നു. അങ്ങനെയാണ് സമാധാന ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയത്. ഹമാസ് വളരെ ഗൗരവത്തോടെ ഇക്കാര്യം സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് ഖലീൽ അൽ ഹയ്യ തന്നെ ചർച്ചയ്ക്കെത്തിയത്. ഇസ്രയേൽ അമേരിക്കയുടെ സഹായത്തോടെ ഒരു കെണി ഒരുക്കി എന്നാണ് ഇപ്പോൾ വിശ്വസിക്കേണ്ടത്. ഖലീൽ അൽ ഹയ്യ ചർച്ചയ്ക്ക് എത്തും എന്നറിഞ്ഞു നടത്തിയ ആക്രമണമാണ്. അവർ വന്ന് താമസിച്ച കെട്ടിടം പൂർണ്ണമായും ഖത്തർ സുരക്ഷാ സംവിധാനത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. ഖത്തർ സൈന്യം തന്നെയാണ് ആ കെട്ടിടം പരിപാലിക്കുന്നത്. അവിടേക്കാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ആദ്യമായാണ് ഖത്തറിൽ ഇസ്രയേൽ ആക്രമിക്കുന്നത്. യുദ്ധത്തിലെ കുറഞ്ഞ മര്യാദകളിലൊന്നാണ് നേരിട്ട് കക്ഷിയല്ലാത്ത രാജ്യങ്ങളിൽ ആക്രമണം നടത്തരുത് എന്നത്. ഖത്തർ ഹമാസിനെ സംരക്ഷിക്കുകയല്ല ചെയ്തത്, സമാധാന ചർച്ചയ്ക്ക് അരങ്ങൊരുക്കുക മാത്രമാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തി കൊല്ലുക എന്ന മര്യാദകേടാണ് ഇസ്രയേൽ കാണിച്ചത്. ഇത് യുദ്ധ മികവല്ല, വെറും ഭീരുത്വമാണ്.